ബൈബിളിലൂടെ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ സുവിശേഷത്തിന്റെ പഠനം നമ്മൾ തുടരുമ്പോൾ 46-ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുക. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ക്ലാസ്സിൽ മർക്കോസിൻ സുവിശേഷത്തിന് 7-ാം അധ്യായം നമ്മൾ പഠനവിധേയമാക്കുവാൻ തുടങ്ങി. അത് നമ്മളിവിടെ തുടരുകയാണ്. യഹൂദരുടെ അനുഷ്ഠാന ശുദ്ധിയുടെ ചില ഉദാഹരണങ്ങളാണ് 7-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റോമിലെ വിജാതീയ ക്രൈസ്തവർക്കായിട്ട് യഹൂദരുടെ ചില പാരമ്പര്യങ്ങൾ, അവർക്ക് പരിചയമില്ലാതിരുന്ന ചില പാരമ്പര്യങ്ങൾ മർക്കോസ് സുവിശേഷകൻ തന്റെ അവതരണത്തിലൂടെ വായനക്കാരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. യഹൂദ പുരോഹിതർക്കായി കൊടുത്തിരിക്കുന്ന ക്ഷാളനത്തിന്റെ നിയമം ഫരിസിയർ തങ്ങൾക്കായി ഏറ്റെടുക്കുകയും ആ നിയമം എല്ലാ യഹൂദരും പാലിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. പുറപ്പാടിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 19-ാം വാക്യം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അഹറോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത്. മുമ്പ് തുടങ്ങി കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഓടുകൊണ്ട് ഒരു ക്ഷാളനപാത്രം നിർമ്മിക്കണം, അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം, അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം, അതിൽ വെള്ളമൊഴിക്കണം. അഹറോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണ്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം, അല്ലെങ്കിൽ അവർ മരിക്കും. ഇതുതന്നെ 40-ാം അധ്യായത്തിലും 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ബലിപീഠം അതിവിശുദ്ധമാകും, ക്ഷാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേകിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. ഇതെല്ലാം യഹൂദ പുരോഹിതർക്കുള്ള നിയമങ്ങളായിരുന്നു. അവർ നടത്തേണ്ട ക്ഷാളനത്തിന്റെ രീതിയെക്കുറിച്ചാണ് ഈ നിയമങ്ങൾ പറഞ്ഞിരുന്നത്. ഈ നിയമം എല്ലാ യഹൂദരും പാലിക്കണമെന്ന് പിന്നീട് നിഷ്കർഷിക്കുവാൻ തുടങ്ങി. ഫരീസിയരുടെ അഭിപ്രായത്തില് യഹൂദജനം മുഴുവൻ യഹൂദ പൗരോഹിത്യത്തില് പങ്കുപറ്റിയിരുന്നു. 19 പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യം അതിനെല്ലാ ജനങ്ങളും പൗരോഹിത്യ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ പുരോഹിതർക്കായി നിഷ്കർഷിച്ചിരിക്കുന്ന ക്ഷാളനങ്ങള്, അനുഷ്ഠാനങ്ങള് സാധാരണ മനുഷ്യരും ചെയ്യണമെന്ന് ഫരീസിയര് നിർബന്ധം പിടിച്ചു. ഫരീസിയരും വേദപണ്ഡിതരും ചൂണ്ടിക്കാണിക്കുന്നത് തോറായ്ക്കെതിരായ പ്രവൃത്തിയല്ല, പ്രസ്തുത പൂർവികരുടെ പാരമ്പര്യങ്ങൾക്കെതിരായ പ്രവൃത്തിയാണ്. എഴുതിയ നിയമങ്ങളുടെ തോറായോട് ചേർക്കപ്പെട്ട എഴുതപ്പെടാത്ത നിയമങ്ങളെയാണ് പൂർവികരുടെ പാരമ്പര്യങ്ങളെന്ന് ഇവിടെ സൂചിപ്പിക്കുക. പൂർവികരുടെ പാരമ്പര്യങ്ങൾ എന്താണത്? എഴുതപ്പെട്ട തോറായോട് ചേർക്കപ്പെട്ട എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങൾ, അവയാണ് പൂർവികരുടെ പാരമ്പര്യങ്ങൾ എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ 3-ാം അധ്യായത്തിലെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഫരിസിയരും എല്ലാ യഹൂദരും പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു കൈ മറു കൈയുടെ ഉള്ളിൽ ചേർത്ത് വെച്ച് കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. ഒരു കൈ മറു കൈയുടെ ഉള്ളിൽ ചേർത്ത് വെച്ച് കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ ഇപ്പം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു മൊഴിമാറ്റം മറ്റ് വേർഷനിൽ കാണാൻ സാധ്യതയില്ല. അതിന്റെ കാരണം ഗ്രീക്കിൽ നിന്നുമുള്ള തർജ്ജമയുടെ അടിസ്ഥാനമാണ്. 3-ാം വാക്യത്തിലെ പുഗ്മേ എന്ന പദത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതിരുന്നതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതിരുന്ന ചിലർ ഈ വാക്കിന് പകരം പുഖ്ന, ഗ്രീക്കിലെ വാക്കാണ്, പുഖ്ന എന്ന വാക്ക് ചേർത്തിരുന്നു. ആ പുഖ്ന എന്ന വാക്കിന്റെ അർത്ഥം കൂടെ അഥവാ താല്പര്യത്തോടെ, ഫ്രീക്വന്റ്ലി ഓർ ഡിലിജന്റ്ലി എന്നാണ് അതിന്റെ അർത്ഥം. ഈ പദമാണ്
സുവിശേഷത്തിൽ ഉപയോഗിച്ചത്. ആദ്യം ഉപയോഗിച്ചത് വാക്ക് പുക്മേ എന്ന വാക്കാണ്. അതിന് പകരം, അതിന്റെ അർത്ഥം മനസ്സിലാകാതെ അതിന് പകരം അവർക്കറിയാവുന്ന ഒരു പദം, ഇതിന് സമമായി തോന്നുന്ന ഒരു പദം പുക്ന എന്ന പദം ഉപയോഗിച്ചു. ആ വാക്കിന്റെ അർത്ഥം മറ്റൊന്നാണ്, ഫ്രീക്വന്റ്ലി ഓർ ഡിലിജന്റ്ലി. എന്നാൽ പുക്മ എന്ന പദത്തിന്റെ അർത്ഥം മുഷ്ടി, ഫിസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. മുഷ്ടിയോടുകൂടി കഴുകുക എന്ന് വെച്ചാൽ, ശരിക്കും യഥാർത്ഥത്തിൽ പറയാൻ പാശ്ചാത്യത്തിൽ പറഞ്ഞാൽ മുഷ്ടിയോടുകൂടി കഴുകുക. എന്താണ് മുഷ്ടിയോടുകൂടി കൈ കഴുകുക എന്ന് പറയുക? ഒരു മുഷ്ടി മറു കൈയുടെ ഉള്ളിൽ ചേർത്ത് വെച്ച് കഴുകുക. മുഷ്ടി മറ്റു കൈയുടെ അകത്ത് വെച്ച് കഴുകുക. നമ്മൾ പലപ്പോഴും ടാപ്പ് തുറന്നിട്ട് കൈ കഴുകുമ്പോൾ പലരും ചെയ്യാറുള്ളതാണ്. ഒരു കൈയുടെ ഉള്ളം കൈയിൽ മറു കൈ വെച്ചിട്ട് ചേർത്ത് കഴുകുക. ഇതിനെയാണ് യഹൂദര് ഇങ്ങനെ പുക്മേ, ഫിസ്റ്റ്, അതായത് മുഷ്ടി ചേർത്ത് കഴുകുക. മുഷ്ടി ഒരു കൈയുടെ കൈപ്പത്തി മറ്റേ കൈപ്പത്തിക്ക് ഉള്ളിൽ വെച്ച് കഴുകണം. അങ്ങനെ അത്രയും വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അത് തെറ്റിദ്ധാരണ കൊണ്ട് ഗ്രീക്ക് വാക്ക് മാറി, പുക്മേ എന്ന വാക്ക് മാറി പുക്ന എന്ന വാക്കാക്കി മാറ്റി. അങ്ങനെ ആ ഒറിജിനൽ ടെക്സ്റ്റ് മാറ്റി, അർത്ഥവും മാറ്റി കളഞ്ഞു എന്ന് പണ്ഡിതന്മാർ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. റോമിലെ വായനക്കാർക്ക് വേണ്ടി യഹൂദ പാരമ്പര്യങ്ങളിൽ ചിലത് സുവിശേഷകൻ ചേർക്കുകയാണ്, ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചന്തയിൽ പോയി എല്ലാത്തരം ആളുകളുമായി ഇടപഴകിയ ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവർ അശുദ്ധരാണ്. അപ്പോൾ അവർക്ക് കുളിച്ച് സ്വയം ശുദ്ധിയാക്കാതെ ഭക്ഷണം കഴിക്കുക അനുവദനീയമായിരുന്നില്ല. ഏതാനും അനുഷ്ഠാന ഷാളനങ്ങൾ ഉദാഹരണവും സുവിശേഷകൻ ഇവിടെ 4-ാം വാക്യത്തിൽ കൊടുക്കുന്നുണ്ട്. ഇവ യഹൂദർ മാത്രം ചെയ്യുന്ന പ്രവൃത്തികളല്ല. എല്ലാ മനുഷ്യരും പാത്രങ്ങൾ കഴുകുന്നുണ്ട്, ബെഡ് ശരിയാക്കാറുണ്ട്. അപ്പൊ എന്താണ് യഹൂദർ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ അർത്ഥം? അത് സാധാരണ എല്ലാവരും പാത്രം കഴുകുന്നുണ്ട്, എല്ലാവരും ബെഡ് ശരിയാക്കുന്നുണ്ട്. പക്ഷേ യഹൂദർ ചെയ്യുമ്പോൾ അനുഷ്ഠാനപരമായ ശുദ്ധിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക. ബാക്കിയുള്ളവര് പാത്രം കഴുകുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ്, അത് വൃത്തിയാകാൻ വേണ്ടി, ശുദ്ധിയാകാൻ വേണ്ടി, അതിലെ അഴുക്കുകൾ മാറാൻ വേണ്ടി. എന്നാൽ യഹൂദർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് റീച്വൽ പ്യൂരിറ്റി, അനുഷ്ഠാനപരമായ ശുദ്ധിക്ക് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യണമെന്ന് അവരോട് നിഷ്കർഷിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ മറ്റ് മനുഷ്യർ ചെയ്തിരുന്നത് ശുദ്ധിയുടെ, റീച്വൽ പ്യൂരിറ്റിയുടെ കാരണം കൊണ്ടാണ് യഹൂദർ ചെയ്തിരുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനം കൂടി ഇവിടെ നൽകുന്നവരുണ്ട്. വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളല്ല, പ്രത്യുത ചന്തയിൽ നിന്നും അല്ലെങ്കിൽ കടകളിൽ നിന്നും പുതുതായി വാങ്ങിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങള്, അത് ആണ് ക്ഷാളനത്തിന് വിധേയമാക്കേണ്ടതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. അവ പുറജാതികളുടെ സ്പർശനമോ സാന്നിധ്യമോ കൊണ്ട് അശുദ്ധമാക്കപ്പെട്ടതായിരിക്കാം എന്ന വിചാരത്താലാണ് അത് ക്ഷാളനത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത്. അല്ലാതെ അത് വൃത്തിയില്ലാത്തത് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അല്ല. അശുദ്ധരായ അല്ലെങ്കിൽ വിജാതീയരായ ആളുകൾ അത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ യഹൂദർക്ക് അനുവാദമില്ല. അതുകൊണ്ട് അത് ക്ഷാളനത്തിന് വിധേയമാക്കണമെന്ന് യഹൂദർ നിഷ്കർഷിച്ചിരുന്നു. യഹൂദ നേതാക്കളുടെ ആരോപണം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവർ ആരോപണം ഉയർത്തുകയാണ്. കൈകൾ കഴുകാതെ ഭക്ഷണം കഴിച്ചതിന് ഈശോയുടെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിയ യഹൂദ നേതാക്കളുടെ ആരോപണം ഈ വാക്യത്തിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് പറയുകയാണ്. ആചാരപരമായി, അനുഷ്ഠാനപരമായി കൈകൾ കഴുകുക വെറുതൊരു ചടങ്ങല്ല, പൂർവികരുടെ പാരമ്പര്യത്തെ അനുസരിക്കുന്ന, പാലിച്ചു പോരുന്ന ഒരു വലിയ കർത്തവ്യം കൂടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ജെറുസലേമിൽ നിന്നുമെന്ന യെരൂശലേമിൽ നിന്ന യഹൂദ നേതാക്കന്മാർ ഈശോയെ ചൂണ്ടിക്കാണിച്ചത് അവിടുത്തെ ശിഷ്യന്മാര് ഈ അനുഷ്ഠാന കർമ്മം, ക്ഷാളന കർമ്മം നടത്താതെ ഇരുന്നതിനെയാണ്. എന്നാൽ ആദിമ നൂറ്റാണ്ടില് വളർന്നു വന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തില് ഉയർന്ന പ്രശ്നത്തിന്റെ പ്രതിവിധിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് പറയുന്ന ചില വ്യാഖ്യാതാക്കളുമുണ്ട്. അതായത് ആദിമ ക്രൈസ്തവ സമൂഹത്തില് യഹൂദ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കണമോ വേണ്ടയോ എന്ന ചോദ്യമുണ്ടായി. അപ്പോൾ യഹൂദ പാരമ്പര്യങ്ങൾ ക്രൈസ്തവരും അനുഷ്ഠിക്കണമെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ വേണ്ട എന്ന് മറ്റു കൂട്ടർ പറഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. 7:2 യെരൂശലേമിൽ നിന്ന് വന്ന യഹൂദ നേതാക്കന്മാർ ഉയർത്തിയ ആരോപണത്തിന്റെ മറുപടി ഉടനെ 3-ാം വാക്യത്തിൽ നൽകേണ്ടതായിരുന്നു. അതവിടെ കൊടുക്കുന്നില്ല. നമ്മൾ പിന്നീട് 15-ാം വാക്യത്തിലാണ് അതിന് മറുപടി കാണുക.
7:6-13 സഭയിൽ ഉയർന്നു വന്ന പ്രശ്നത്തിന് മറുപടി ഈശോയുടെ നാവിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സഭയിലെ ചില പ്രശ്നങ്ങളുണ്ട്, അതിന്റെ മറുപടിയായിട്ട് കൂടി ഈശോ ഇവിടെ യഹൂദ നേതാക്കന്മാർ പറയുന്നതായിട്ട് അവതരിപ്പിച്ചതായിട്ട് ചിലർ വ്യാഖ്യാനിക്കുന്നു. 2-ാം വാക്യത്തിൽ ഉയർന്ന ഒരു ആരോപണത്തിന് പകരം 5-ാം വാക്യത്തിൽ 2 ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു, 5-ാം വാക്യത്തിൽ 2 ആരോപണമായി മാറി. ഒന്നാമത്തേത് അനുഷ്ഠാനപരമായ ക്ഷാളൻ നടത്താത്തത്, 2 പൂർവികരുടെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കാത്തത്. ഈ ആദ്യത്തെ ആരോപണത്തിന്റെ മറുപടി 15-ാം വാക്യത്തിലും അതിന്റെ വ്യാഖ്യാനം 17 മുതൽ 23 വാക്യങ്ങൾ കാണാവുന്നതാണ്. 2-ാമത്തെ ആരോപണത്തിന് മറുപടിയാണ് 7-ാം അധ്യായം 6 മുതൽ 13 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുക. അവിടെ സുവിശേഷം ചെയ്യുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഒരു ഉദ്ധരണി നടത്തിക്കൊണ്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ കപടഭക്തരുടെ മാതൃകയാണ് തന്റെ കാലത്തും ജീവിക്കുന്ന യഹൂദര് ചെയ്യുന്നത് എന്നാണ് പറയുക. ഗ്രീക്ക് പതിപ്പിൽ യേശയ്യാ 29:13 ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയുടെ മറുപടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. യഹൂദ നേതാക്കളെ കപടനാട്യക്കാർ, ഹിപ്പോക്രിത്തോൺ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹീബ്രുവില് ഇങ്ങനെയുള്ള ഒരാളെ സെവ്വ എന്നാണ് വിളിക്കുന്നത്. കപടതയ്ക്ക് ഹിപ്പോക്രസി, സെവിയൂത്ത് എന്നാണ് ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പദം. ഒരാൾ തന്റെ അതരം കൊണ്ട് പറയുന്നതും ഹൃദയത്തിൽ ചിന്തിക്കും തമ്മിലുള്ള അന്തരത്തെയാണ് കപടത, ഹിപ്പോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശയ്യായുടെ പ്രവചനം സംഗ്രഹിച്ചാണ് ഇവിടെ സുവിശേഷം നൽകുക. മർക്കോസിന്റെ സുവിശേഷത്തില് കപടഭക്തൻ എന്ന പദം ഇവിടെ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തില് ഈ പദം നിരവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. യേശയ്യാ പ്രവാചകന്റെ കാലത്തെ യെരുശലേം വാസികൾക്കെതിരെ ആരോപണം ഉയർത്തിയതാണ് ഇവിടെ പരാമർശിക്കുന്നത്. അന്നത്തെ കാലത്തെ യഹൂദര് അതരം കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും അവിടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നതും ആണ് യേശയ്യാ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. 7-ാം വാക്യത്തിലും ഈ പ്രവാചക ശബ്ദം നമുക്ക് തുടർന്നും കേൾക്കാവുന്നതാണ്. അവരുടെ ദൈവാരാധന വൃഥാവിലാണെന്നും മാനുഷിക നിയമങ്ങളെ പ്രമാണങ്ങളായി അവർ പഠിപ്പിക്കുകയാണെന്നും പ്രവാചകൻ കുറ്റപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് ആണ് യേശയ്യാ പ്രവാചകൻ അറിയപ്പെടുക. പഴയ നിയമത്തിലെ സുവിശേഷകൻ. ആ പ്രവാചകൻ യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശയ്യാ കാണുക മിശിഹായുടെ പ്രവാചകൻ, അതായത് മിശിഹായെ പറ്റി ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, പ്രവചിച്ചിട്ടുള്ള പ്രവാചകനായിട്ടാണ് പറയുക. ആ പ്രവാചകൻ യഹൂദരുടെ കപടതയെ എടുത്തു കാണിച്ചിരുന്നു. അവർ അതരം കൊണ്ടെന്ന് പറയുകയും ഹൃദയത്തിൽ മറ്റൊന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് അവരെ കപടഭക്തരെ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 5-ാം വാക്യത്തിൽ പറഞ്ഞ പൂർവികരുടെ പാരമ്പര്യങ്ങൾ വെറും മാനുഷിക പാരമ്പര്യങ്ങളാണെന്നാണ് 8-ാം വാക്യത്തിൽ സുവിശേഷം പറയുക. വാമൊഴിയായിട്ടുള്ള പാരമ്പര്യങ്ങൾ കാലക്രമേണ നിയമമായി, വരമൊഴിയായി, നിയമത്തെ ഒരു വേലി പോലെ പരീക്ഷിക്കുമെന്നാണ് ഫരീസേരും വേദപണ്ഡിതരും പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അതല്ല സംഭവിക്കുന്നതെന്നും അവർ വളർത്തിയെടുത്ത മാനുഷിക പാരമ്പര്യങ്ങൾ ദൈവനിയമത്തെ തിരസ്കരിക്കുവാനാണ് ഇടയാക്കുന്നതെന്നാണ് ഈശോ തന്റെ മറുപടിയില്, യഹൂദ നേതാക്കളുടെ വിമർശനത്തിലുള്ള മറുപടിയില് പറയുക. യഹൂദരുടെ പാരമ്പര്യത്തെ അഥവാ വാമൊഴി നിയമത്തെ, ഓറൽ ട്രഡീഷന് ഈശോ ഇവിടെ നിരാകരിക്കുകയാണ്. ഏറ്റവും ചെറുതായി തുടങ്ങിയ അല്ലെങ്കിൽ അപ്രധാനമായി തുടങ്ങിയ കാര്യങ്ങൾ പോലും അവര് പിന്നീട് പാരമ്പര്യമാക്കി, നിയമമാക്കി മാറ്റി. അതാണ് ഈശോ ഇവിടെ നിരാകരിക്കുക. യഹൂദ കപടതയുടെ ഉദാഹരണങ്ങൾ 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ചില ഉദാഹരണങ്ങൾ, യഹൂദ കപടതയുടെ ചില ഉദാഹരണങ്ങൾ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് കാത്തുപാലിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പന തിരസ്കരിക്കുന്നത് നല്ലതാണോ? എന്നാൽ മോശെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പനെ പറ്റിയോ അമ്മയെ പറ്റിയോ ദുഷിച്ച് സംസാരിക്കുന്നവൻ തീർച്ചയായും മരിക്കണം. ഉദ്ധരണിയാണ് പഴയ നിയമത്തിൽ നിന്ന്. എന്നാൽ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുമായിരുന്നത് ഖുർബാനാണ്, അതായത് ദൈവത്തിന് കൊടുത്തിരിക്കുന്നുവെന്ന് ആരെങ്കിലും തന്റെ അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്യുവാൻ
നിങ്ങൾ അയാളെ അനുവദിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന പാരമ്പര്യം കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ വ്യർത്ഥമാക്കുന്നു. ഇതുപോലുള്ള വളരെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. യഹൂദ കപടതയുടെ ഉദാഹരണമായിട്ട് ഈശോ യഹൂദ സമൂഹത്തിൽ നടമാടിയിരുന്ന ഒരു നിയമലംഘനം എടുത്തു കാണിക്കുകയാണ്. ആ നിയമലംഘനം നടത്തുക പൂർവികരുടെ പാരമ്പര്യത്തിൽ അനുസരിച്ച് നടത്തിപ്പായിട്ട് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഈശോ ഇവിടെ എതിർത്ത് പറയുക. പൂർവികരുടെ പാരമ്പര്യങ്ങൾ ഫരാദോസിൻസോ ഫെസ്ബുത്തോറോൻ, പൂർവികരുടെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ ഫരിസേയരും വേദപണ്ഡിതരുമെല്ലാം യഥാർത്ഥത്തിൽ മുറുകെ പിടിക്കുന്നത് മാനുഷിക പാരമ്പര്യങ്ങളാണ് എന്ന് 8ാം വാക്യത്തിൽ സ്ഥാപിച്ചതിന് ശേഷം അതിനെ കൂടുതൽ സമർത്ഥിക്കാനായി ഒരു ഉദാഹരണം ഈശോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദൈവിക നിയമങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ മുറുകെ പിടിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നത്, ഫരിസേയരും വേദപണ്ഡിതരും പഠിപ്പിക്കുന്നത് ഒരു മാനുഷിക പാരമ്പര്യങ്ങളാണ് എന്നാണ് ഈശോ സമർത്ഥിക്കുക. അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈശോ അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യം, തെറ്റായ ഒരു പാരമ്പര്യം, ഒരു നിയമലംഘനം എടുത്തു കാണിക്കുക. തങ്ങൾ ചെയ്ത ഒരു ശപഥം കാക്കുവാൻ വേണ്ടി ദൈവനിയമത്തെ യാതൊരു സങ്കോചവും കൂടാതെ തിരസ്കരിക്കുന്നതിനെയാണ് ഇവിടെ ഉദാഹരണമായി കാണിക്കുക. ദൈവനിയമത്തെ തിരസ്കരിക്കുക എന്തിനു വേണ്ടിയാണ്? ഞാനൊരു ശപഥം ചെയ്തു, എന്റെ മാതാപിതാക്കളെ പരിരക്ഷിക്കാനുള്ള, അവരെ സംരക്ഷിക്കാനുള്ള സ്വത്ത്, അവരെനിക്ക് നൽകിയ സ്വത്ത് ഞാൻ ദൈവാലയത്തിന് കൊടുത്തേക്കാമെന്നൊരു ശപഥം ചെയ്തു, ഒരു പ്രതിജ്ഞ ചെയ്തു, ഒരു നേർച്ച നേർന്നു. അങ്ങനെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമ്പത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ, എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എനിക്ക് കടമയില്ല. മാതാപിതാക്കളെ ഞാൻ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഒരു 10 കൽപ്പന ഒന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ സംരക്ഷിക്കുക, സ്നേഹിക്കുക. അവരെ സംരക്ഷിക്കാനും ബഹുമാനിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്വത്ത് ഞാൻ ദൈവാലയത്തിനായി കൊടുക്കുന്നു എന്ന് ഞാൻ നേർച്ച നേർന്നാൽ, അതാണ് ഖുർബാൻ, ബലിയർപ്പണം. ഞാൻ നേർച്ച നേരുകയാണ്, ഈ സ്വത്ത് എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സ്വത്താണ്, ഞാൻ ദൈവാലയത്തിന് കൊടുക്കുന്നു. അന്ന് ഞാനൊരു നേർച്ച നേർന്നാൽ പിന്നെ എനിക്ക് ആ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കടമയില്ല. അത് ഏറ്റവും വലിയ കപടതയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശു പറയുക, നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നോക്കൂ, എത്ര വലിയ തെറ്റാണ്. 10 കൽപ്പനകൾ ഒന്നാണ്, 10 പ്രമാണങ്ങൾ ഒന്നാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. അത് നിങ്ങൾ ചെയ്ത ആ ഒരു ശബ്ദത്തിന്റെ പേരില്, മാനുഷിക പാരമ്പര്യങ്ങളുടെ പേരില് ദൈവകൽപ്പനയെ നിങ്ങൾ ലംഘിക്കുന്നു. നഗ്ന ലംഘനം, ദൈവകൽപ്പനയുടെ നഗ്ന ലംഘനം എന്നാണ് ഈശോ ഇവിടെ പറയുക. സംഖ്യയുടെ പുസ്തകത്തില് 30-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 30-ാം അധ്യായം 2-ാം വാക്യം, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. അതാണ് ഇതിന് സപ്പോർട്ടായിട്ട് കാണിക്കുക. ഞങ്ങൾ ശപഥം ചെയ്തു പോയി, ഈ സ്വത്ത് എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനായി എനിക്ക് നൽകേണ്ട സ്വത്ത് ഞാൻ ദൈവാലയത്തിന് നേർച്ച നേർന്നു, ശപഥം ചെയ്തു. ഞാൻ ശപഥം ചെയ്ത് നിറവേറ്റാതിരിക്കരുത് എന്ന് നിയമത്തെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യം, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. അപ്പൊ ഈ നിയമം പാലിക്കാൻ വേണ്ടി അതിലും പ്രധാനപ്പെട്ട ഒരു നിയമം അവരെ നിരസിക്കുകയാണ്. 10 കൽപ്പനകളിൽ ഒന്ന്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. 7-9b മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർക്ക് നൽകേണ്ട ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 21:17, ലേവിയുടെ പുസ്തകം 20:9 എന്നിവിടങ്ങളിൽ ഈ കാണാം. പുറപ്പാടിന്റെ പുസ്തകം 21:17, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. ലേവായയുടെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെ പതിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ അവമാനിക്കരുത്, അവരെ സംരക്ഷിക്കണം എന്നെല്ലാം പല സ്ഥലങ്ങളില് യഹൂദ നിയമത്തില് ഹോറായില് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ചെറിയൊരു ശബ്ദത്തിന്റെ പേരിൽ, അതായത് ഞാൻ എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സ്വത്ത്, ഏത് സ്വത്ത് ഉപയോഗിച്ച് എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണമോ ആ സ്വത്ത് ഞാൻ ദൈവാലയത്തിന് ശബ്ദം ചെയ്ത് നേർച്ച നേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമത്തെ ഉല്ലംഘിക്കുന്ന, കാറ്റിൽ പറത്തുന്ന യഹൂദ മനസ്ഥിതിയാണ് കപടത എന്ന്, യഹൂദ കപടത എന്ന് യേശു പറയുക. ഈ സുപ്രധാന കൽപ്പന എങ്ങനെയാണ് പൂർവ്വികരുടെ പാരമ്പര്യത്തിന്റെ പേരിൽ യഹൂദ ജനത ലംഘിച്ചുവെന്ന് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ ഈശോ സ്ഥാപിക്കുകയാണ്. പ്രധാനപ്പെട്ട കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർക്കെതിരെ സംസാരിക്കുന്നവൻ, അവർക്കെതിരെ ദൂഷണം പറയുന്നവര്, അവരുടെ രക്തം ചൊരിയണം, അവരെ വധിക്കണം എന്നുവരെ കഠിനമായ നിയമങ്ങളുള്ള ആ പശ്ചാത്തലത്തിൽ പോലും അവർ ആ നിയമങ്ങൾ മറികടക്കുന്ന അനുഭവമാണ്, ഉദാഹരണമാണ് ഈശോ കാണിക്കുക. സംഖ്യയുടെ പുസ്തകത്തിലെ 30:2 ഒരാൾ ചെയ്യുന്ന ശപഥം നിറവേറ്റാതിരിക്കരുത് എന്ന് അനുശാസിക്കുന്നുണ്ട്. ഇതിനെ മറവിളിച്ച് യഹൂദ സമൂഹത്തിൽ നടന്നിരുന്ന ഒരു കപടതയാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, സുവിശേഷം അവതരിപ്പിക്കുക. ഹീബ്രു ഭാഷയിൽ ഖുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം ബലി അഥവാ ഇര, സാക്രിഫൈസ് ഓർ വിക്ടിം എന്നാണ്. ഖൊറാവ് എന്ന ഹീബ്രു ക്രിയയിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉത്ഭവം. ഈ ക്രിയയുടെ അർത്ഥം ഖൊറാവ്, ഖുർബാൻ, അതിന്റെ അർത്ഥം അടുത്ത് കൊണ്ടുവരിക, ബലിപീഠത്തിന് അടുത്ത് കൊണ്ടുവരിക. അതാണ് ഖൊറാവ് എന്ന വാക്കിന്റെ അർത്ഥം. ബലിപീഠത്തിന്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരിക. എന്താണ് ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്? ബലിപീഠത്തിനകത്ത് കൊണ്ടുവരുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ്. അതാണ് ഖുർബാൻ. ദൈവത്തിന് കൊടുക്കുക, അത് ബലിപീഠത്തിൽ അർപ്പിക്കുക, അതാണ് ഖുർബാൻ. ഒരാളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സ്വത്തിനെ ഖുർബാൻ എന്ന ശബ്ദം ചെയ്താൽ അഥവാ നേർച്ച നേർന്നാൽ പിന്നെ ആ സ്വത്ത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായതുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാനായി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നാണ് വേദപണ്ഡിതർ പഠിപ്പിച്ചിരുന്നത്. വേദപുസ്തകമല്ല, വേദപണ്ഡിതർ പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനെ നിങ്ങൾ ശപഥം ചെയ്തുകൊണ്ട് ശവം നിറവേറ്റാതിരിക്കരുത് എന്ന് നിയമം പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ സ്വത്ത് ദൈവാലയത്തിന് തന്നെ സമർപ്പിക്കുക, മാതാപിതാക്കളെ ഉപേക്ഷിച്ചേക്കുക. ഇതാണ് യഹൂദരുടെ കപടതയുടെ ഉദാഹരണമായി യേശു എടുത്തു കാണിക്കുന്നത്. അവർ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണെന്ന് പറയുകയും ദൈവിക നിയമങ്ങളെ ലംഘിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കപടതയാണ് വെളിവാകുന്നത്. യഹൂദ വേദപണ്ഡിതന്മാര് സാധാരണ ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ്, അവരെ ധാർമ്മികതയിൽ മുന്നോട്ട് നയിക്കേണ്ടവരാണ്. പക്ഷെ അവർ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് കപടതയാണ് എന്നാണ് ഈശോ പറയുക. മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സ്വത്ത് ദൈവത്തിനാണെന്ന് പറഞ്ഞ് ശപഥം ചെയ്തിട്ട് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അധാർമികവും കൽപ്പനകളുടെ ലംഘനവുമാണെന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പേരിൽ സ്വത്ത് ദൈവാലയത്തിന് കൈമാറാൻ പ്രേരിപ്പിക്കുന്ന വേദപണ്ഡിതരെയാണ് ഈശോ ഇവിടെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് സാധാരണ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം ആ സ്വത്ത് ദേവാലയത്തിന് കൊടുക്കുക, നിങ്ങൾ നേർച്ച നേരുക, നിങ്ങൾ ഈ കടമയിൽ നിന്ന് മുക്തി പ്രാപിക്കും എന്ന് പഠിപ്പിക്കുന്നത് വലിയ അപരാധമാണ്, അവർ ചെയ്യുന്ന വലിയ തെറ്റാണ് എന്ന്, കപടതയാണ് എന്ന് യേശു പറയുകയാണ്. വേദപണ്ഡിതർക്ക്, യഹൂദ നേതാക്കന്മാർക്ക് എതിരായിട്ട് യേശു ശക്തമായി വിരൽ ചൂണ്ടുകയാണ്. വേദപണ്ഡിതരുടെ വ്യാഖ്യാനവും പ്രബോധനവും ദൈവവചനം നിരർത്ഥകമാക്കാനാണ് ഇടവരുത്തുന്നതാണ് ഈശോ ഇവിടെ ആക്ഷേപം ഉയർത്തുക. സാർത്ഥതയോടെ എടുക്കുന്ന ശബ്ദങ്ങളുടെ പാലനമാണ് ദൈവകൽപ്പന പാലിക്കുന്നതിനേക്കാൾ പ്രധാനമെന്ന് പഠിപ്പിച്ച വേദപണ്ഡിതർ യഥാർത്ഥ കുറ്റക്കാരാണ് എന്ന് ഈശോയോട് പറയുകയാണ്. ദൈവകൽപ്പനകളെ അപ്രസക്തമാക്കുന്ന ഒരു ശബ്ദത്തിനും ആധികാരിയില്ലാത്തതിനാൽ അത് പാലിക്കാനുള്ള കടമയും ശബ്ദവും ശരിയാക്കില്ല എന്ന് ആയിരുന്നു അവർ പഠിപ്പിക്കേണ്ടിയിരുന്നത്. ദൈവകൽപ്പനകളെ നിരാകരിക്കുന്ന ഒരു ശബ്ദത്തിനും ആധികാരികതയില്ല, അത് പാലിക്കേണ്ട കടമയും അവർക്കില്ല എന്ന് നീപജ്ഞര് വേദപണ്ഡിതരെന്ന നിലയിൽ അവർ പഠിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിൽ അവർ വീഴ്ച വരുത്തി. യഹൂദ ജനങ്ങളിടയിൽ നിലനിന്നിരുന്ന ഈ തെറ്റായ പാരമ്പര്യമാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെ ചൂണ്ടിക്കാണിക്കാവുന്ന വേറെ തെറ്റായ യഹൂദ പാരമ്പര്യങ്ങളുണ്ട് എന്ന് യേശു പറയുകയാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ നേരത്തെ നോക്കിയില്ല. 7:1-13 വരെ വായിച്ചതാണ്. 14 മുതൽ 21-23 വരെയുള്ള ഭാഗം നമ്മൾ പിന്നീട് കാണാമെന്ന് കരുതി മാറ്റിവെച്ചു.
14 മുതൽ 23 വരെ. ജനാവലിയെ വീണ്ടും അടുത്ത് വിളിച്ചിട്ട് അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ ശ്രമിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക. പുറമേന്ന് മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് അവനെ മലിനമാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ അവനിൽ നിന്ന് പുറത്തു വരുന്നവയാണ് അവനെ മലിനമാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജനങ്ങളെ വിട്ട ശേഷം അവിടുന്ന് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ അവിടുത്തോട് ഊമയെപ്പറ്റി ചോദിച്ചു. അവിടുന്ന് അവരോട് ചോദിച്ചു, നിങ്ങളും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? പുറമേന്ന് ഒരു മനുഷ്യൻ കടക്കുന്നതിനൊന്നും അവനെ മലിനമാക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇതിന്റെ കാരണം അത് ഹൃദയത്തിൽ പ്രവേശിക്കാതെ ഉദരത്തിൽ കിടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ശുദ്ധമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു വരുന്നതാണ് അവനെ മലിനമാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, അവിവാഹിതരുടെ ലൈംഗിക സംഗമം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, മോഹം, അസൂയ, ദൈവദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഇവയെല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. അവ മനുഷ്യനെ മലിനമാക്കുന്നു. രണ്ടാമത്തെ ഭാഗം 7-ാം അധ്യായത്തില് 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങള് ഒരു വചനഭാഗമാണ്. രണ്ടായിട്ട് തിരിച്ച് 14-ാം വാക്യത്തില് വീണ്ടും ഒരു ആമുഖം, അതിനുശേഷമുള്ള ആ ഭാഗമാണ് വായിച്ചു കേട്ടത്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡില് നമ്മൾ ഈ ഭാഗം കൂടി വിശദമായി പഠിക്കുന്നതാണ്. എങ്ങനെയാണ് യഹൂദര് യേശുവിന്റെ ശിഷ്യന്മാര് കൈ കഴുകുന്നില്ല എന്ന് പറഞ്ഞ് അനുഷ്ഠാന നിയമങ്ങൾ, പാരമ്പര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നത് പറഞ്ഞുകൊണ്ട് വിമർശനം ഉയർത്തുമ്പോൾ യേശു അവർക്ക് നൽകുന്ന മറുപടിയാണ്, വിശദമായ മറുപടിയാണ് നമ്മൾ ഈ അധ്യായത്തില് 1-ാം അധ്യായം 7-ാം അധ്യായത്തിൽ 1 മുതൽ 23 വാക്യങ്ങളിൽ കാണുക. 14 മുതൽ 23 വാക്യങ്ങളില് ഈശോ വീണ്ടും മറുപടി പറയുകയും ഈശോ പറഞ്ഞതിനെ ശിഷ്യന്മാർക്ക് പ്രത്യേകം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ വിശദമായി പഠിക്കാം, അർത്ഥം മനസ്സിലാക്കാം. അങ്ങനെ നമുക്കും ഈ യഹൂദ കപടതയിൽപ്പെടാതെ, കപടനാട്യക്കാരാകാതെ തുറന്ന മനസ്സോടെ എങ്ങനെ നാം സംസാരിക്കുന്നുവോ അതോടൊപ്പം അതുപോലെ അത് ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ പ്രവൃത്തിയിലേക്ക് മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കപടനാട്യക്കാർ എന്നുള്ള വിശേഷണം നമുക്കുണ്ടാകാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.